അതെ, എല്ലാവരും എന്നാ പറയണു? ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരട്ടെ. എൻ്റെ മുഖത്തിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഒന്നുമില്ല കേട്ടോ. പല്ലിന് ചെറിയ ഇഷ്യൂ വന്നപ്പം ഒരു അനസ്തീഷ്യ കൊടുത്തതാ. അപ്പം അനസ്തീഷ്യയുടെ ഒരു എഫക്റ്റ് മാറുന്ന ഒരു 3-5 മണിക്കൂർ ഇതിങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ എന്നെ ഇങ്ങനെ ഭയങ്കര സ്ട്രേഞ്ചറായിട്ട് കണ്ടപ്പം എല്ലാവരുടെയും മുഖത്തുള്ള റിയാക്ഷൻസ് നോക്കിയോട്ടോ. മൂത്തയാളുടെ കണ്ണിപ്പോൾ പുറത്തേക്ക് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അവരാദ്യമായിട്ട് ഇങ്ങനൊരു കാര്യം കാണുന്നതേ. ചെറുതാണെങ്കിൽ ഏങ്ങലടിച്ച് കരയായിരുന്നു. അവനായിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ട്. കുഞ്ഞല്ലേ. ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് ചെന്നു കേട്ടോ. ആ റിയാക്ഷനായിരുന്നു ഏറ്റവും വലുത്. എന്നാലും ഞാൻ ആലോചിക്കുവാണേ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര അഹങ്കരിക്കുന്നതല്ലേ? ഞാൻ എൻ്റെ ഫേസ് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, സ്ട്രോക്കൊക്കെ വന്ന് ഇരിക്കുന്ന ആൾക്കാരുടെ മുഖമൊക്കെ ഉണ്ടല്ലോ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെയൊക്കെ. നമ്മളൊക്കെ ഒരു കണക്കി പറഞ്ഞ് എന്ത് ഭാഗ്യം ചെയ്തവരല്ലേ? കുറച്ച് സമയത്തേക്കാണെങ്കിലും ഇങ്ങനെ ഒരു ഡിഫക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഒരു ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്നതിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ജീവിതം. അതുകൊണ്ട് ഉള്ള കാലം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നോക്കാം അല്ലേ? അതേ ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളൂ. വേറെ ഒന്നും എനിക്കിപ്പോൾ പറയാൻ തോന്നില്ല കേട്ടോ. ഇങ്ങനൊരു വീഡിയോ എടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ അതുതന്നെയായിരുന്നു. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും നല്ല കാര്യങ്ങളൊന്നും നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. ചെറിയ കാര്യങ്ങളെപ്പറ്റി ഓർത്ത് എപ്പോഴും വിഷമിക്കാറാണ് പതിവല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടിയ ഓരോ അഡ്വാൻസ്ഡ് കാര്യങ്ങളായിട്ട് വിചാരിച്ചുകൊണ്ട് മുമ്പോട്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാം. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.